വല്ലാതെ ഇതിന് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ സ്വാർത്ഥ ഇടപെടണ്ട. പിന്നെ ഞങ്ങളുടെ കാര്യം തീരുമാനിച്ചു കൊള്ളാം. ദൈവമോ വീട്ടിൽ ഞങ്ങളുടെ പ്രേതാവകാശം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. അതുപോലെ ഹ്യൂമനിസം, ഒരു മൂവ്മെന്റ് ഹ്യൂമനിസം. അവരെന്താ പറയുന്നത്? മാൻ ഈസ് ദ മെഷർ ഓഫ് എവരിതിങ്. മനുഷ്യനാണ് അവന്റെ മാനദണ്ഡം. ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്താണ് നന്മ, എന്താണ് തിന്മ, ഞാൻ തീരുമാനിച്ചോളാം. മാൻ ഈസ് ദ മെഷർ ഓഫ് എവരിതിങ്, ഇതാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ തന്നെ പറയുന്നത് ഗാഡ് ഈസ് ദ മെഷർ ഓഫ് എവരിതിങ്. ദൈവമാണ് ഏറ്റവും മാനദണ്ഡം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്, എന്താണ് നന്മ, എന്താണ് തിന്മ, ഇതൊക്കെ ദൈവമാണ് പറയേണ്ടത്. പക്ഷെ ഇത് പരദീസായിട്ട് തുടങ്ങിയതാണ്. ദൈവം പറഞ്ഞു നല്ലതിൻ്റെ ഒരു വൃക്ഷം പറഞ്ഞിട്ടില്ലരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നന്മ എന്താണ്, തിന്മ എന്താണ്, ഇത് ഞാനാണ് തീരുമാനിക്കുന്നതല്ല, അത് ഈ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പിശാച് പറഞ്ഞ അങ്ങനെയല്ല, അത് നിനക്ക് തീരുമാനിക്കേണ്ട കാര്യമാണ്. നീ ദൈവത്തെ പോലെയാകും ഈ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനി മുതൽ അതിഥി കഴിഞ്ഞാൽ പിന്നെ നന്മയുടെ തിന്മയെ തീരുമാനിക്കും ദൈവമല്ല, നീ എനിക്ക് തീരുമാനിക്കുന്നത്. നീ ദൈവത്തിന്റെ സ്ഥാനത്തിൽ കയറും. ദൈവത്തിന്റെ സ്ഥാനം താഴെ, മനുഷ്യസ്ഥാനം മുകളിൽ, ഇങ്ങനെയായി തീരുമാനം പറഞ്ഞു കൊടുത്തത്. അതിന് പരമാവധി ദുരിതങ്ങളെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് കൊടുക്കേണ്ടത്? വളരെ അപകടം പിടിച്ച ഈ സാഹചര്യത്തിൽ തിരിച്ച് ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങളുടെ സമ്പൽ സമൃദ്ധി ഒക്കെ ഉണ്ടായിരിക്കാം, സൗകര്യമെല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടുത്തെ ജീവിതം വളരെ വളരെ റിസ്ക്കിയാണെന്നുള്ള യാതൊരു സംശയമില്ല. കാരണം നമുക്ക് പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ പോകുന്നത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടും. ഇത് നല്ല മാതാപിതാക്കളുടെ കാര്യം പറയും. ഞാൻ ഈ പറഞ്ഞ മൂന്ന് കുടുംബം, 3 സാമ്പിളോട് പറഞ്ഞുകൊണ്ട് പറഞ്ഞ അനേകം കുടുംബങ്ങളുണ്ട്. പക്ഷെ 3 കുടുംബങ്ങൾ മാതാപിതാക്കന്മാർ ഒന്നാന്തരം മാതാപിതാക്കന്മാരാണ്. ശരിക്കും വിശ്വാസം അനുഷ്ഠിക്കുവാനുള്ളവരാണ്. പക്ഷേ അവരൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ പോയി മറ്റു കുട്ടികളിലേക്ക് പോയി കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയോ വ്യത്യാസപ്പെട്ടു പോവുകയാണ്. ഞാനിത് വെച്ച് ഹ്യൂമനിസ്റ്റുള്ള ഒരു മാസികയിലെ ഒരു മനുഷ്യൻ ഇരിക്കുന്ന ലേഖനമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ക്രിസ്ത്യാനിറ്റി എന്നിട്ട് അയാൾ പറഞ്ഞിരിക്കുകയാണ്, ഇതിൽ നമ്മുടെ വിവാഹത്തിൽ ഒരു മിഷൻ ചൈതന്യത്തോടുകൂടി പ്രവർത്തിക്കണം. എന്നിട്ട് കുട്ടികളെ കുറിച്ച് പറയുകയാണ്. കുട്ടികളുടെ കാര്യമോ സാരമില്ല, ഒരു പക്ഷേ ആഴ്ചയിൽ 2 ദിവസം അവർക്ക് പള്ളിയുടെ അച്ഛന്മാർക്ക് കിട്ടിയത് വരും സൺഡേ സ്കൂളൊക്കെ ആയിട്ട്. പക്ഷേ ബാക്കി 5 ദിവസവും കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിലാണ്. ഈ ഹ്യൂമനിസ്റ്റ് പറയുക നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് അവരെ ഇങ്ങനെ ഒരു ദൈവമില്ലാത്ത ആദർശം വളർത്തി കൊണ്ടുവരണം. ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് അതിന് പ്രേക്ഷകരായിട്ട് മനുഷ്യരുടെ ഇങ്ങനെ വളർന്നിരിക്കുന്നവർ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു നോക്കുന്നത്. നമ്മുടെ സ്കൂളുകളിലൊക്കെ ദൈവവിശ്വാസമൊക്കെ വളരെ കുറവാണ്, അധ്യാപകർക്ക് കുറവാണ്. പിന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് അധ്യാപകർ മാറി ദൈവവിശ്വാസത്തെ എതിരായിട്ട് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചെങ്കിലും കാര്യം നടക്കുള്ളൂ. അപകടം നിറഞ്ഞ ഒരു വ്യവസ്ഥയാണ്. അറ്റ്ലാന്റയ്ക്കടുത്ത് അവിടെ ഒരു സ്റ്റോൺ മൗണ്ടൻ എന്ന് പറഞ്ഞൊരു മൗണ്ടനുണ്ട്. അപ്പോൾ പ്രസിദ്ധമാണത്. അതിങ്ങനെ ചെറിയ വണ്ടികൾ കയറി ചെന്നാൽ ആ മലയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ 100 അടി ഒരു പതുക്കെ താഴോട്ട് ഇറക്കമാണ്. ആ 100 അടി കഴിഞ്ഞാൽ പെട്ടെന്ന് കീഴ്ക്കാൻ നോക്കായിട്ടൊരു ഇറക്കം. അവിടെ ചോദിക്കാൻ അനേകം ഒരു 1000 അടി താഴോട്ടുള്ള ഒറ്റ ഒരു പ്രിസിപ്പിസ്. എന്താ സംഭവിക്കുന്നത്? ചില മനുഷ്യർക്ക് ഈ മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ ഒരു വേലി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അതിനപ്പുറത്തോട്ട് പോകുന്നത് അപകടകരമാണെന്നാണ്. എങ്കിലും ചിലർ പോകും. ഇതെല്ലാം ശരിക്കും കാണാൻ വേണ്ടിയിട്ട് പതുക്കെ ഇറങ്ങി പോയിട്ട് പലരും ഈ പറഞ്ഞ 100 അടി കഴിഞ്ഞിട്ട് തപ്പേരി താഴെ തട്ടുപോയിട്ടുണ്ട്. ഒക്കെ എന്താ അപകടത്തിൽ കിടക്കാൻ നടക്കുന്നതെന്ന് ക്യൂരിയോസിറ്റി. ഇത് കാരണം ഈ കീഴ്ക്കാട്ടൊക്കെ അടുത്തേക്ക് പോകുക. പക്ഷെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ താഴോട്ട് തീർന്ന് കഥ കഴിയുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾക്ക് വലിയ അപകടത്തിലേക്ക് നീക്കൊണ്ടിരിക്കുന്നു. അപ്പം നാം ശ്രദ്ധിക്കുക, കുട്ടികൾ ചീത്തയായിട്ടൊന്നുമില്ല, അവരിങ്ങനത്തെ സാഹചര്യം അറിയാതെ ഇങ്ങനെ പോവുകയാണ്. തവ സൂപ്പായ നമ്മൾ മലയാളത്തിൽ കേരളത്തിൽ പറയാറുണ്ടല്ലോ, തവ സൂപ്പായ ചൂടുവെള്ളത്തിൽ ഒരു
പാത്രത്തിൽ ചൂടുവെള്ളത്തിലേക്ക് ഒരു തവള എടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ പോവുകയാണ്. തവള സൂപ്പായി നമ്മൾ മലയാളത്തിൽ കേരളത്തിൽ പറയാറുണ്ടല്ലോ, തവള സൂപ്പായി ചൂടുവെള്ളത്തിൽ ഒരു പാത്രത്തിൽ ചൂടുവെള്ളത്തിലേക്ക് ഒരു തവള എടുത്തിരിക്കുകയാണെങ്കിൽ പൂർത്തിയായിട്ട് രക്ഷപ്പെടും. പക്ഷെ തണുത്ത വെള്ളത്തിൽ ഒഴുക്കിയിട്ടാണ് അവിടെ ഇതിനെ പാത്രത്തിൽ തീ കത്തിക്കുക. പതുക്കെ ചൂടായി വെള്ളം തവള ചാടുകയിലേക്ക് കിടക്കും. ചെറു ചൂട് ഇഷ്ടമാണ്. പിന്നെ ഈ ചൂട് കൂട്ടി വരുമ്പോൾ എന്താ സംഭവിക്കുക? തവള അറിയാതെ അങ്ങോട്ട് വെത്തു പോകും. പിന്നെ ചാടാൻ പറ്റാത്ത അവസ്ഥയാവും. അവസാനം തവള സൂപ്പായി തീരും. ഇതാ പറ്റുന്നത് തവള സൂപ്പായി തീരുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ അറിയാതെ ദൈവവിശ്വാസമില്ലാത്തവരും മെറ്റീരിയലിസ്റ്റും എത്തിയിസ്റ്റുമായി തീരുക. അതിലേക്ക് പലതും നമുക്ക് ലോകം നമ്മൾ പലതും അനുഭവിച്ച മനുഷ്യരാണ്, നമ്മൾ കേട്ടുള്ള മനുഷ്യരാണ്. എന്തുകൊണ്ട് ഹിറ്റ്ലർ 6 മില്യൺ യഹൂദരെ കൊന്നുകളഞ്ഞു? എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ മഹത്വ വിശ്വാസം. അയാൾ പറഞ്ഞു റേസിസം, ജന്മക്കാരെ മാത്രമാണ് ശരിക്കുള്ള റേസ്, സുപ്പീരിയർ റേസ് ആണ് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യ മാത്രമേ വിലയുള്ളൂവെങ്കിൽ ദൈവത്തിന് മുമ്പിൽ മനുഷ്യ വിലയില്ലെങ്കിൽ, ദൈവം ഇല്ലെങ്കിൽ പിന്നെന്താ? വിലയില്ലാത്തവർക്ക് ഈ ലോകത്ത് സ്ഥാനമില്ല. ആദ്യം വികലാംഗരെ കൊന്നുപോയ പേരെ ഒരു 2-3 ലക്ഷത്തെ വികലാംഗരെ കൊന്നുകളഞ്ഞു. പിന്നെ യഹൂദന്മാരെല്ലാം കൊന്നുകളഞ്ഞു. യഹൂദന്മാർ അവിടുന്ന് ഏഷ്യയിൽ വന്നിരിക്കുന്ന ആളുകൾ, അവരാണ് ക്രൈസ്തവ മതം, അവിടുന്ന് ഏഷ്യാറ്റിക് റേസാണ് കൊണ്ടുവന്നത്. എല്ലാവരും കൊന്നുകളഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരോ ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവർ ഒരു കണക്കനുസരിച്ച് ഈ സമാധാനത്തിൻ്റെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ റഷ്യയിലൊക്കെയായിട്ട് 135 മില്യൺ ആളുകളെ കൊന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ദൈവത്തിൽ വിശ്വാസം എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവത്തിൽ വിശ്വാസങ്ങൾക്ക് എന്താ പ്രത്യാശയുള്ളത്? ആബർട്ട് കമ്മ്യൂ എന്ന് പറഞ്ഞ് ക്ലാസ് പറഞ്ഞത്. പിന്നെ സൂയിസൈഡ്, ഇതിനെക്കുറിച്ചാണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ട് വന്നിട്ട് ഇവിടെയായി നമ്മുടെ മാഞ്ചസ്റ്ററിൽ അപ്പോൾ അതിൻ്റെ മലയാളികൾ കൊടുക്കും 30,000 പേര് വരുന്ന അവർ പറയുന്നത്. അപ്പോൾ അവിടെ അവരുടെ ഇടവകയിൽ അവിടുത്തെ അച്ഛൻ 3 കൊല്ലമായിട്ട് സൺഡേ സ്കൂൾ നടത്തുന്നു. നമ്മുടെ നാട്ടിൽ സൺഡേ സ്കൂളുകൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ളൊക്കെ സൺഡേ സ്കൂൾ നമ്മുടെ ഇതുപോലെ സിസ്റ്റമാറ്റിക്കൊന്നും നടക്കുന്നില്ല, നടത്താൻ പറ്റുകയുമില്ല, കുട്ടികളെ കിട്ടുകയില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ സഭയിൽപ്പെട്ടവർ കൊണ്ടുവന്ന് കാറ്റഗിസ് നടത്തുന്നു. നമുക്ക് ശക്തമായ ഒരു അടിത്തറ പാകിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് മൂവ്മെന്റ് അവിടെ തുടങ്ങിയിരിക്കുന്നു. 19 കുട്ടികൾ, യുവാക്കന്മാർ, അവർ ഓർത്തെടുത്തതിന് നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവ് നിലകൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് 10-30 പേര് നമ്മുടെ സീറോമാരുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിലിപ്പോൾ പല പലരിലും കുഞ്ഞുങ്ങൾ ഓർത്തെടുക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമണം അവരിങ്ങനെ നിരീക്ഷണത്തിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി ഉണർന്നിരിക്കുകയാണ്. ഒത്തിരി കഷ്ടത ഒത്തിരി നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ നേട്ടമുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ സഭയുടെ ശക്തി പ്രകടമാകുന്നു, വിശ്വാസം കൊണ്ട് ദൃഢതരമായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. പള്ളിയിലെ കർത്താവിൻ്റെ മുമ്പിലുള്ള വിശ്വാസം സംരക്ഷിക്കാനുള്ള ഓർത്തെടുക്കുന്നു. നമ്മുടെ കുഞ്ഞിൻ്റെ ഇതുപോലെ യൂത്ത് പോലെ കഴിയുക ഒക്കെ ഇവിടെ ഒരു ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ സീറോ മലബാർ സഭയിലെ കുടുംബങ്ങളും മക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തരുത്. സാമ്പത്തികമായ ഭദ്രത നമുക്കുണ്ടാകാം, പക്ഷേ അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ആ വിശ്വാസവും പാരമ്പര്യവും സംസ്കാരമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെയധികം സത്യയോടുകൂടി പെരുമാറുന്നു. കുഞ്ഞുങ്ങൾ ശരിക്കും വളർത്തണം. അവർക്ക് ആ പ്രാരംഭകാലത്തിൽ ചെറുപ്പകാലത്ത് നന്നായിട്ട് മതബോധം കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വഴിയില്ല, അറിവുകളിലേക്ക് തീർന്നു വഴിക്ക് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കും, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ കൊടുക്കുന്നത് വരും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായിട്ട് വലിയ പ്രശ്നമായിട്ട് കരുതരുത്. നമ്മുടെ വിശ്വാസ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചെറുപ്പത്തിലെ അവർ കൊടുക്കേണ്ടത് കൊടുക്കണം. അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. പിന്നെ ഒത്തിരി പ്രാർത്ഥിക്കണം. നമ്മുടെ നല്ല മാതൃകയും പ്രാർത്ഥനയും എല്ലാം കൊണ്ട് ഒരു നല്ല പുതിയ തലമുറ വരണം. സാധാരണ രീതിയിൽ യൂറോപ്പിലേക്കും ഇംഗ്ലണ്ടിലേക്കൊക്കെ കുടിയേറി പാർക്കുന്ന
ആ തലമുറകൾ ആദ്യത്തെ തലമുറ പ്രസവിത തലമുറയാണ്. രണ്ടാമത്തെ വിശ്വാസത്തിൽ കുറയുന്നു, മൂന്നാമത്തെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുന്നു. ഇതൊക്കെയാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പുതിയ സാഹചര്യം ഞാൻ നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈ പറഞ്ഞ ആ ഗ്രേറ്റ് ഡിവൈഡ് വരുമ്പോഴേക്കും ഏറ്റവും റൈറ്റിലേക്ക് തിരിച്ചുവിടാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ശരിക്കും പോകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കരുത്. ആശംസിക്കുകയാണെങ്കിൽ അസോസിയേഷൻ മൊബൈലൊക്കെ അതിന് വലിയൊരു സഹായമായി തീരട്ടെ. നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്കുള്ള കൂട്ടായ്മ ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യങ്ങളെയും നല്ല പതിവുകൾക്ക് കാത്തു സൃഷ്ടിണ്ടാക്കിയിട്ട് ഹൃദയവുമായി സൃഷ്ടിക്കണം. ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഞാൻ നന്ദി തരുന്നു. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു.